സൈബർ ആക്രമണം നടത്തിയവർ മഹാനടനെ മനസ്സിലാക്കാത്തവർ മമ്മൂട്ടിയോട് പരസ്യമായി മാപ്പ് ചോദിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. നമ്മുടെ മമ്മൂക്ക വയനാട് എത്തിയപ്പോഴത്തേക്ക് വയനാട്ടിലെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള റഫീഖ് മമ്മൂക്കയുടെ കൂടെ നടന്നുകൊണ്ട് അദ്ദേഹം ടൗൺഷിപ്പൊക്കെ കാണിച്ചു കൊടുക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ പല ആളുകളും മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മഹാനടനെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ മോശമായ രീതിയിൽ സൈബർ അറ്റാക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സൈബർ അറ്റാക്കൊക്കെ കണ്ടിട്ട് പേടിച്ച് അറ്റാക്ക് വരുന്ന ഒരാളൊന്നുമല്ല മലയാളത്തിൻ്റെ മഹാനടൻ, മലയാളികളുടെ പ്രിയപ്പെട്ട സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള മമ്മൂക്ക. ഞാൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് ഇട്ട് അങ്ങോട്ട് ഓളുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്നൊക്കെ ഉള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. മലയാളികളുടെ പ്രിയപ്പെട്ട മഹാനടനായിട്ടുള്ള മമ്മൂക്കയെക്കുറിച്ച് അറിയാത്ത ഒരാളും ഇന്ന് നമ്മുടെ ലോകത്തില്ല എന്നുള്ളതാണ്. ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന മമ്മൂക്ക മലയാള സിനിമയെ മറ്റ് രാജ്യങ്ങളിൽ ഓസ്കാർ വേദിയിൽ പോലും പരിചയപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഒരാളോട് നിങ്ങൾ എന്നെ ഇറിറ്റേറ്റ് ചെയ്യേണ്ട, നിങ്ങൾ മാറി നിൽക്കൂ, എനിക്കറിയാം ഞാനിവിടെ വന്നത് ഒരു പാർട്ടിയുടെയും നേട്ടങ്ങൾ കാണിക്കാനോ അല്ല എന്നൊരു മനുഷ്യൻ ഒരാളോട് പറയുമ്പോൾ അതിനെ ഇത്രയധികം എടുത്തിട്ട് അങ്ങോട്ട് സൈബർ അറ്റാക്ക് ചെയ്ത് കീറാൻ ഒരു പുല്ലും മമ്മൂക്ക ചെയ്തിട്ടില്ല എന്നുള്ള അത് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. ഞാനത് ആത്മാഭിമാനത്തോടുകൂടി തന്നെ ഞാൻ പറയും. മലയാളികളുടെ അഹങ്കാരമാണ് മമ്മൂക്ക. ആ അഹങ്കാരം മമ്മൂക്ക കാണിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ ആ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ ആ ഒരു പൊതുവേദിയിൽ പരസ്യമായി മമ്മൂക്കയോട് മാപ്പ് ചോദിച്ചത്. കാരണം മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ആരാണെന്നും മമ്മൂക്ക എന്ന മനുഷ്യൻ എന്താണെന്നും അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇവരെല്ലാം. റഫീഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ വയനാട് ദുരന്തമുണ്ടായ സമയത്ത് ആ ദുരന്ത മുഖത്ത് സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് നമുക്ക് സ്നേഹമുണ്ട്, ആദരവുണ്ട്, ബഹുമാനമുണ്ട്, എല്ലാം ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഇതൊരു പാർട്ടിയുടെ നേട്ടമാണ് എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഇവിടുത്തെ ജനങ്ങളാണ് എല്ലാം. ഇവിടുത്തെ ജനങ്ങൾക്ക് മുകളിൽ ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി തന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മമ്മൂക്ക. എന്തായാലും നമുക്ക് പിണറായി സഖാവ് പറയുന്നതൊന്ന് കേട്ടിട്ട് ഈ സൈബർ അറ്റാക്ക് ചെയ്യുന്ന പോരാളികൾ ഒന്നിരുത്തി ചിന്തിക്കണം. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള മമ്മൂക്ക എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്, മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളല്ല എന്നൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ബോധം ഇനിയെങ്കിലും ഈ കമന്റ് ഇട്ട് മെഴുകുന്ന ഓളികൾ മനസ്സിലാക്കുക. വീഡിയോയിലേക്ക് പോകും. മമ്മൂട്ടിക്കെതിരായ സമൂഹ മാധ്യമ അധിക്ഷേപത്തിൽ പരസ്യമായി ക്ഷമ ചോദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മമ്മൂട്ടിയുടെ വയനാട് സന്ദർശനം സതുദ്ദേശത്തോടെ ആയിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ മഹാനടന് അത്തരത്തിലൊരു പ്രചരണത്തിൻ്റെ ഭാഗമായി മനസ്സിന് വിഷമമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് CPIM-ൻ്റെ ഏതെങ്കിലും ആളുകൾക്ക് അതിൽ ബന്ധമുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ പരസ്യമായി അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവാണ് ഇപ്പോൾ മമ്മൂക്കയോട് പരസ്യമായിട്ട് ക്ഷമ ചോദിച്ചിരിക്കുന്നത്. കാരണം മമ്മൂക്ക ഇതൊന്നും പ്രതികരിക്കാൻ പോകുന്ന ഒരാളൊന്നും അല്ല. അദ്ദേഹം ഈ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചിട്ടും സമൂഹത്തിലെ അനീതികളെക്കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം പറയാറുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ മമ്മൂക്കക്ക് സൈബർ അറ്റാക്ക് വന്ന ഉടനെ മമ്മൂക്ക ഓടി വന്നിട്ടൊന്ന് അതിനകത്തൊന്നും മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ അതിനകത്ത് ഖേദം പ്രകടിപ്പിക്കുന്ന ആ പരിപാടികളൊന്നും നമ്മുടെ മമ്മൂക്കക്കില്ല കേട്ടോ. കാര്യങ്ങൾക്ക് മമ്മൂക്ക കാര്യമായിട്ട് പറയും. ഇനി മമ്മൂക്ക ചെയ്ത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ക്ഷമ ചോദിക്കാനും ഒരു മടിയുമില്ലാത്ത ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്തായാലും നമ്മുടെ സഖാവ് വ്യക്തിയാണ് എന്നുള്ളതും നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് അറിയാല്ല. നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂക്കയെ തകർക്കാൻ പല ഭാഗത്തു നിന്നും പല ശ്രമങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് മലയാളികളുടെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഇന്നും നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ പോലും ചിന്തിക്കാത്ത, നമുക്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ തരാത്ത തരത്തിലുള്ള അത്രയധികം ഞെട്ടിക്കുന്ന കഥാപാത്രങ്ങൾ തന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ സഹജീവികളോട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഓലപ്പാമ്പൊന്നും കണ്ട് പേടിച്ചു പോവുക, അല്ലെങ്കിൽ ഇത്തരം ഓലപ്പാമ്പൊക്കെ വിടുന്ന ആൾക്കാർ ചിന്തിക്കുക, നിങ്ങൾ മുട്ടുന്നത് ഒരു വലിയൊരു മഹാസംഭവത്തെ തന്നെയാണ്. കാരണം അത് ഇവിടുത്തെ മലയാളികൾ താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു മഹാപ്രതിഭയാണ്. അതുകൊണ്ട് അതൊന്നും
അങ്ങനെ പെട്ടെന്നൊന്നും തകർന്നു പോകും അല്ലെങ്കിൽ അതൊക്കെ തകർക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ മൂടന്മാരുടെ സ്വർഗത്തിലാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും ബൈ.